മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരു നാണയത്തിന് ഇരുമുഖങ്ങളുണ്ടല്ലേ, ഹെഡ് ഓർ ടെയിൽ. നമ്മൾ ടോസ് ചെയ്യുന്ന സമയത്ത് ചിലർ ഹെഡ് വിളിക്കും, അല്ല ഒരു വിഭാഗം ടെയിൽ വിളിക്കും. എന്തായാലും ഒരു സമയത്ത് ഒന്നല്ലേ വീഴത്തുള്ളൂ, രണ്ടും കൂടെ ഒരേ സമയത്ത് വീഴാറില്ല അല്ലേ. അങ്ങനെയാണ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുവശങ്ങളാണ് ജയവും തോൽവിയും. ഇത് രണ്ടുമില്ലെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫ് മുന്നേക്ക് പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവ് അതെന്നും നമുക്കുണ്ടാകണം കേട്ടോ. കാരണം എന്ന് നമുക്ക് ജയം മാത്രം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് മക്കളെ. നെവർ. ജയത്തോടൊപ്പം തോൽവിയും തോൽവിയുടെ മാധുര്യവും അല്ലെങ്കിൽ തോൽവിയുടെ കയ്പും നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ലൈഫിനൊരു സുഖം ഉണ്ടാവുള്ളൂ എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. അതായത് എന്നും തൊട്ടതും പിടിച്ചതും എല്ലാം ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരിടത്തും തോൽവിയില്ലാത്തൊരു വ്യക്തിയുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് സങ്കല്പിക്കാൻ തന്നെ സാധ്യമല്ല. കാരണം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തോറ്റാലേ തോറ്റതിൽ നിന്ന് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നും എന്താ പറയുക, വിജയത്തിൻ്റെ സുഖം മാത്രം അറിഞ്ഞാൽ തോൽവിയുടെ സുഖം ആരറിയും? തോൽവിക്കുമുണ്ടൊരു സുഖം. കാരണം ഒരു തോൽവി എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത വിജയത്തിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. സോ നമ്മൾ ലൈഫിൽ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് തോൽവി എന്ന് പറയുക. തോൽവി അറിഞ്ഞാൽ മാത്രമേ ആ തോൽവി എന്ന ചവിട്ടുപടിയിൽ നിന്നുകൊണ്ട് വിജയം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സത്യമല്ലേ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് സൂക്ഷിപ്പിക്കാനുള്ളതും അത് തന്നെയാണ്. ഒരു നാണയത്തിൻ്റെ ഇരുമുഖങ്ങളെന്ന് പറയുന്നത് പോലെ അതുപോലെയാണ് നമ്മുടെ വിജയവും തോൽവിയും. വിജയമുണ്ടെങ്കിൽ തോൽവിയുണ്ട്, തോൽവി ഉണ്ടെങ്കിൽ വിജയമുണ്ട്. ഒരു കോമ്പറ്റീഷനിൽ ഒരു 15 പേർ പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷൻ, എന്ത് കോമ്പറ്റീഷനും ആട്ടെ, ഒരാൾക്ക് 1ാം സ്ഥാനം കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഹി അല്ലെങ്കിൽ ഷീ, ആ വ്യക്തിയാണ് അവിടുത്തെ വിജയി. ആ വരുന്ന 15 പേരും തോറ്റു എന്നല്ല അർത്ഥം അതിന്. ആ വരുന്ന 15 പേരിൽ അന്നത്തെ ദിവസം ചിലപ്പോൾ ആ ഒരു വ്യക്തിക്കായിരിക്കും ഭാഗ്യം ഇരുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിരിക്കും ഏറ്റവും നന്നായി പെർഫോം ചെയ്തതെന്ന് പറയാം. ആ 14 പേരുടെ പെർഫോം കൊള്ളാത്തത് കൊണ്ടല്ല, എവിടെയോ ഒരു പൊടിക്ക് ആ വ്യക്തി മാറിയിരുന്നു. സോ അടുത്തൊരു കോമ്പറ്റീഷൻ വരുമ്പോൾ ആ വ്യക്തി താഴേക്ക് പോകാം, അടുത്ത വ്യക്തി മേളിലേക്ക് വരാം. ലൈഫ് അങ്ങനെയാണ്. തോൽവിയും വിജയവും ഇടകലർന്ന് വരുന്ന ഒരു സംഗതിയാണ് ലൈഫ് എന്ന് മാത്രം ചിന്തിച്ചാൽ പലപ്പോഴും നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ തടയിടാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ മധുര നാരങ്ങ അവസാനിക്കുകയാണ്. മറ്റൊരു മനോഹരമായ ടോപ്പിക്കുമായിട്ട് വീണ്ടും മനോഹര ഗാനങ്ങളും ഒക്കെയായി വീണ്ടും കേട്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ മാത്രം കൂട്ടുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈവ് വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈവ് UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.